നമസ്കാരം, മണി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സേവിങ്സ് അക്കൗണ്ടുകൾ. ഇന്ത്യയിലെ വിവിധ തരം സേവിങ്സ് അക്കൗണ്ടുകൾ നമുക്ക് പരിചയപ്പെടാം. പലതരത്തിലുള്ള സേവിങ്സ് അക്കൗണ്ടുകൾ ഇന്ന് ബാങ്കുകളിൽ ലഭ്യമാണ്. ഓരോ അക്കൗണ്ടും ഓരോ ആവശ്യങ്ങൾക്കും ഓരോ വിഭാഗം ആളുകൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ശരിയായ അക്കൗണ്ട് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ സാമ്പത്തിക ഭാവിക്ക് വളരെ പ്രയോജനകരമാണ്. ഈ വീഡിയോയിൽ നമുക്ക് എന്തൊക്കെ തരം സേവിങ്സ് അക്കൗണ്ടുകളാണ് ഇന്ത്യയിൽ ഉള്ളതെന്നും ആർക്കൊക്കെയാണ് ഓരോ അക്കൗണ്ടും അനുയോജ്യമായതെന്നും നമുക്ക് വിശദമായി നോക്കാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് റെഗുലർ സേവിംഗ് അക്കൗണ്ടുകളെ കുറിച്ചാണ്. ഇതാണ് ഏറ്റവും സാധാരണയായി എല്ലാവരും ഉപയോഗിക്കുന്ന സേവിംഗ് അക്കൗണ്ട്. പണം സൂക്ഷിക്കാനും ആവശ്യമുള്ളപ്പോൾ എടുക്കാനും ഓൺലൈൻ ട്രാൻസാക്ഷനുകൾ നടത്താനും ഇത് ഉപയോഗിക്കാം. കുറഞ്ഞ പലിശ നിരക്ക് എളുപ്പത്തിൽ അക്കൗണ്ട് ആരംഭിക്കാനും ഉപയോഗിക്കാനും സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. സ്ഥിര വരുമാനമില്ലാത്തവർക്കും ഇടയ്ക്കിടെ പണം ആവശ്യമുള്ളവർക്കും ബാങ്കിംഗ് ഇടപാടുകൾക്ക് തുടക്കമിടുന്നവർക്കും ഇത് ഏറ്റവും അനുയോജ്യമാണ്. അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സാലറി അക്കൗണ്ട് ആണ്. സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ശമ്പളം ക്രെഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് ഇത്. സാധാരണയായി ഈ അക്കൗണ്ടിൽ പലതരം ആനുകൂല്യങ്ങൾ ഉണ്ടാകാറുണ്ട്. സീറോ ബാലൻസ് സൗകര്യം, ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം, ഇൻഷുറൻസ് പരിരക്ഷ തുടങ്ങിയവ ഇതിൽ ചിലതാണ്. ശമ്പളം വാങ്ങുന്ന എല്ലാ ജീവനക്കാർക്കും ഈ അക്കൗണ്ട് ഉപയോഗിക്കാം. സ്ഥാപനങ്ങൾ അവരുടെ ജീവനക്കാർക്ക് വേണ്ടി ഇത് ഓപ്പൺ ചെയ്തു കൊടുക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മുതിർന്ന പൗരന്മാർക്കുള്ള സേവിംഗ് അക്കൗണ്ട് ആണ്. 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള പ്രത്യേക അക്കൗണ്ടാണിത്. സാധാരണ അക്കൗണ്ടുകളെക്കാൾ ഉയർന്ന പലിശ നിരക്ക്, ഡോർ സ്റ്റെപ്പ് ബാങ്കിംഗ് സൗകര്യം, മെഡിക്കൽ ഇൻഷുറൻസ് പോലെയുള്ള ആനുകൂല്യങ്ങൾ എന്നിവ ഇതിൽ ലഭിക്കുന്നു. 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഈ അക്കൗണ്ട് തിരഞ്ഞെടുക്കാം. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുട്ടികൾക്കുള്ള സേവിംഗ് അക്കൗണ്ടാണ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി രക്ഷിതാക്കൾക്ക് തുറക്കാവുന്ന അക്കൗണ്ടാണിത്. കുട്ടിക്കാലം മുതലേ കുട്ടികൾക്ക് സാമ്പത്തിക ശീലം വളർത്താൻ ഇത് സഹായിക്കുന്നു. ചെറിയ തുകയിൽ അക്കൗണ്ട് തുറക്കാം. ചില ബാങ്കുകളിൽ വിദ്യാഭ്യാസ ഇൻഷുറൻസ് പോലുള്ള ആനുകൂല്യങ്ങളും നൽകുന്നു. കുട്ടികളുടെ പേരിൽ സമ്പാദ്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് ഈ അക്കൗണ്ട് തിരഞ്ഞെടുക്കാം. ഇതുകൂടാതെ വനിതാ സേവിങ്സ് അക്കൗണ്ടുകൾ, സീറോ ബാലൻസ് അക്കൗണ്ടുകൾ എന്നിങ്ങനെ പലതരം അക്കൗണ്ടുകളും ഇന്ന് ലഭ്യമാണ്. ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളും ആനുകൂല്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ വിവിധ തരം സേവിങ്സ് അക്കൗണ്ടുകളെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങളുടെ ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ഒരു അക്കൗണ്ട് തിരഞ്ഞെടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. ശരിയായ സേവിങ്സ് അക്കൗണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ പ്രായം, വരുമാനം, സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്നിവ പരിഗണിക്കണം. ഓരോ അക്കൗണ്ടിന്റെയും പലിശ നിരക്ക്, ആനുകൂല്യങ്ങൾ എന്നിവ താരതമ്യം ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായ ബാങ്ക് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ സാമ്പത്തിക അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നന്ദി.